എനിക്കിപ്പോൾ അടുത്ത് ഒരാൾ അയച്ച നിങ്ങൾ എങ്ങനെ സെക്സ് ചെയ്യില്ലേ, നിങ്ങൾ കളി എങ്ങനെയാ? ഒരു എക്സാമ്പിൾ ആരുടെയൊക്കെ പറയാൻ പറ്റും ഇതേപോലെ ഇങ്ങനെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കപ്പിളായിട്ട്? ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ചോദിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആരെങ്കിലും കുറേ ആൾക്കാരുണ്ട്, പക്ഷെ പേര് ജാസി ഫുൾ സർജറി കഴിഞ്ഞിട്ടുണ്ടോ? ഈ കാണുന്ന കുറേ ട്രാൻസ് കമ്മ്യൂണിറ്റി ആൾക്കാർ എല്ലാവരും സർജറി ചെയ്തോ എന്നുള്ളത് ഇപ്പം എല്ലാവരും നമുക്ക് പോയിട്ട് ബുക്ക് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അത്രയും ഒരു വലിയൊരു പ്രോസസ്സിലേക്ക് ഞാൻ കിടക്കാന്നുണ്ടെങ്കിൽ നാളെ അതിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഈ പറയുന്ന ആൾക്കാരൊന്നും ഏറ്റെടുക്കില്ലല്ലോ. ജാസിയുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് അപ്പൊ നമ്മളൊരു കല്യാണമായിട്ട് മുമ്പോട്ട് പോയത്? പക്ഷെ എനിക്കത് റിഗ്രറ്റ് ഉള്ള സംഭവമാണ്. അത് ചെയ്യേണ്ടായിരുന്നു എനിക്ക് എന്റെ ലൈഫിൽ അത് ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ, എനിക്ക് അപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞില്ലേ? ആ കുട്ടി പറഞ്ഞായിരുന്നു എന്റെ ലൈഫ് ജാസി കാരണം ഒരു പ്രശ്നത്തിലേക്ക് ആയി. ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? എന്തായാലും ഹാപ്പി ആയിട്ടായിരിക്കില്ലല്ലോ പോയത്, കാരണം ഒരു കല്യാണം ലൈഫിൽ ഒന്നല്ലേ ഉള്ളൂ ഒരു മനുഷ്യന്. ലക്ഷ്മി പറഞ്ഞതുപോലെ ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങി. എനിക്കറിയില്ല, ഇപ്പോഴും കുറേ ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഇപ്പോഴും ഇല്ല. ആദിലയുടെ ഫേസ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി പോയി. ക്യാരറ്റ് വെച്ചിട്ട് ആണുങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. അത് ജാസിന് ഉദ്ദേശിച്ച അല്ല, ഞാൻ ചിരട്ട വെച്ച് നടക്കാന്നാണ് പറയുന്നത്.